ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതുവരെ എടുത്തതിൽ എൻ്റെ ഫേവറേറ്റ് വീഡിയോ ആയിരിക്കും. എന്താ പറയുക, ഇന്ന് എൻ്റെ എൻറോൾമെൻറ്റ് ആണ് ഗൈസ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ എന്താ പറയുക ഭയങ്കര ഈ ഒരു ഫീലാണിപ്പം. അപ്പോൾ നമ്മളിപ്പോൾ ടൈമില്ലേ ഇതാ 11:53 ആയിട്ടുണ്ട്. ഇനിയിപ്പം എനിക്ക് 2 o'clock-നാണ് റിപ്പോർട്ടിംഗ് ടൈം കിട്ടിയത്. 3:30-ക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും, ഐ മീൻ എൻറോൾമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്താ പറയുക, ഈസ് എക്സൈറ്റഡ് അറ്റ് പീക്ക് ലെവലാണ്. പീക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീക്ക് ലെവൽ. അപ്പം ഞാൻ എന്താ ഗൈസ് അതാ കുളിച്ചു. ഇനി എന്താ പിന്നെ ഡ്രസ്സൊക്കെ സെറ്റാക്കണം, സാരി എടുക്കണം, കുറേ പരിപാടി ഉണ്ട് ഗൈസ്. അപ്പം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. എൻ്റെ എൻറോൾമെൻറ്റ് ഡേ ആണ്. സോ ഇൻഷാല്ലാ ഗൈസ് ഇന്നത്തെ ദിവസം അടിപൊളിയാവണം. ഇന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ എൻ്റെ എന്താ പറയുക ഒരു പുതിയൊരു സ്റ്റാർട്ടാണ്. അപ്പം അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു ഗൈസ്. അപ്പം ഹോപ്പ് യു ഓൾ ലൈക്ക് മൈ വീഡിയോ. എന്തായാലും എനിക്ക് ഈ വീഡിയോ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് വീഡിയോ ആയിരിക്കും. അപ്പം എല്ലാവരും ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ. അപ്പം ഗൈസ് നമുക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം. So once again guys, welcome back to my YouTube channel. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറാൻ തുടങ്ങി കേട്ടോ. അമ്മ എനിക്ക് സാരി എടുത്ത് തന്നിട്ട് അങ്ങനെ നമുക്ക് റെഡി ആവുന്നില്ലായിരുന്നു. അങ്ങനെ അവിടെയുള്ള ഒരു ഹൗസ് കീപ്പിങ്ങിലുള്ള ചേച്ചീനെയൊക്കെ വിളിച്ചിട്ടാണ് കേട്ടോ ലാസ്റ്റ് അങ്ങനെ സാരിയൊക്കെ എടുത്തത്. അങ്ങനെ ഞാൻ ഫസ്റ്റായിട്ട് ഗൗൺ ഇടുകയാണ്. വീട്ടുകാരെല്ലാവരും ഉണ്ട്, ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എന്താ പറയുക, ഞാൻ ഇങ്ങനെ എല്ലാവരും ചോദിക്കുക രസമില്ലേ എന്നൊക്കെ ചോദിക്കും. അമ്മ ഒരു വിസ്മി പറഞ്ഞിട്ട് ഇട്ടോ എന്നൊക്കെ അങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് ഗൗൺ ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കോളർ ബാൻഡ് ഇട്ടു. പിന്നെ ഞാൻ ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഇറങ്ങുന്നില്ലായിരുന്നു. ഈ ഒരു ഫീൽ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്താലേ ഈ ഫീല് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നവരെ ഞാനിങ്ങനെ സീറ്റിൽ ഇങ്ങനെ അടങ്ങിയിരുന്നു. അപ്പോൾ ഈ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മുന്നേ നമ്മളെ ഡ്രസ്സ് എടുക്കാൻ പോയതും നമ്മളെ ഫിസിക്കൽ വെരിഫിക്കേഷനും കാര്യങ്ങളും എല്ലാത്തിനും ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ ഞാനിതാ സാരിയൊക്കെ എടുക്കുന്നതാണ് കേട്ടോ. ഈ ടൈമൊക്കെ വേറെ തന്നെ ഒരു ഫീലാണ്. എൻറോൾമെൻറ്റ് ഡേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ഇതാണ്. പിന്നെ ഗൗൺ എടുക്കാൻ പോയപ്പോൾ ഉള്ളതാണ് കേട്ടോ ഇത്. ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെയാണ് ഇട്ടത്. അപ്പോൾ അതൊക്കെ ഞാൻ ഹസ്നൊക്കെ കണ്ണിലെല്ലാം വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. കോളർ ബാൻഡ് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ നെക്കിനനുസരിച്ച് സൈസ് കിട്ടാൻ. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ ഹൈക്കോർട്ടിലേക്ക്. എൻ്റെ മുഖത്തിലെ എക്സ്പ്രഷൻസ് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ഒരു ഭയങ്കര ഫീലാണ്, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഭയങ്കര ഒരു ഫീലാണ്. നമ്മളിങ്ങനെ ഈ ഒരു ഡേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ പോകുമ്പം അങ്ങനെ പപ്പയും അമ്മയും ഹിനയായാലും നമ്മളെല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മൾ 2 o'clock ആയിരുന്നു നമ്മൾ റിപ്പോർട്ടിംഗ് ടൈം. അപ്പം നമുക്കറിയില്ലല്ലോ എത്ര ടൈമിനാണ് പോകേണ്ട കാര്യങ്ങളൊന്നും നമുക്കറിയില്ലായിരുന്നു. അപ്പം റിപ്പോർട്ടിംഗ് ടൈം 2-ന് തന്നെ എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും 2-ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മളോട് ഹൈക്കോർട്ട് ഓഡിറ്റോറിയമാണ് നമ്മളെ വെന്യൂ വരുന്നത്. പക്ഷെ നല്ല മഴ പെയ്തു. ആദ്യം കുറച്ച് മഴ പെയ്തു, പിന്നെ നമ്മൾ കയറിയിരുന്നു, ഫോട്ടോസ് എടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിയിൽ മഴ പെയ്തു. പിന്നെ അവിടെ കുറേ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 200 rupees കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഫോട്ടോസ് വീട്ടിലേക്ക് സെൻഡ് ചെയ്ത് തരും. നമ്മളെ ഫോണിലും കിട്ടും ആ രീതിയിൽ. അപ്പം ഞാൻ ചോദിച്ചു എന്തായാലും എടുക്കാമെന്ന് ചോദിച്ചു. നമ്മൾ ഫാമിലിയായിട്ടും ഞാൻ കുറച്ച് സിംഗിൾസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഫോട്ടോസ് എടുത്തു. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫോട്ടോ എടുത്തു. പിന്നെ നമ്മൾ അകത്ത് കയറി. നമ്മളെ സീറ്റ്സ് ഓൾറെഡി റിസർവ്ഡ് ആയിരിക്കും നമ്മളെ നമ്പറിൽ. പക്ഷെ നമ്മൾ വീട്ടുകാർക്കാണ് നമ്മൾ സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കേണ്ടത്. പിന്നെ ഓത്ത് ടേക്കിങ് കാര്യങ്ങളൊക്കെ നടന്നു. ചീഫ് ഗസ്റ്റ് വന്നു. പിന്നെ ഓത്ത് ടേക്കിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെ എന്താ പറയുക നമ്മളിത് സ്റ്റാർട്ടായി. Nayansa Parin CP is enrolled. Mashrufa T. പിന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിൽ കിട്ടി. നമ്മളിങ്ങനെ ബാക്കിയുള്ളവരുടെ ഇങ്ങനെ എൻറോൾഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഗൂസ് ബംസ് ആണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പേരൻസ് ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഈ ഹൈക്കോർട്ട്
എന്ന് എഴുതിയ ഈ ഒരു ഇതിൻ്റെ ഫ്രണ്ട് നിന്ന് നിർബന്ധമായിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ആ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് അങ്ങനെ ഞാൻ ഇറങ്ങി. എന്താ പറയുക, ഇറങ്ങി വരുമ്പോൾ ഉള്ള ആ ഒരു ഇതാണിത്. അങ്ങനെ നമ്മൾ നേരെ പോയത് റൂമിലേക്കാണ്. അവിടെ പോയി പിന്നെ എന്താ പറയുക, അവിടെ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടുന്നില്ലായിരുന്നു. സോ ഗൈസ് എന്ന് പറയാൻ പറ്റുന്നില്ല, എന്താ പറയുക. പിന്നെ അതാ നമ്മൾ പൂൾ ഏരിയയിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ഗൈസ്, കഴിഞ്ഞു. ഇതാണ് എൻ്റെ എൻറോൾമെൻറ്റ് ഡേ. ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്ത് നിന്നൊരു ഡേ ഇതാണ് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ. അങ്ങനെ ഞാൻ പുറത്തേ പോയതാട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി പുറത്തേക്കൊക്കെ പോയി. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്.